പ്രിയപ്പെട്ടവരെ, ജീവശക്തിയുടെ അനസ്യൂത പ്രവാഹമാണ് ഒരാളെ ജീവനുള്ളവനാക്കി തീർക്കുന്നത്. സർവചരാചരങ്ങളിലും വ്യത്യസ്തമായ തോതിൽ ഈ ചൈതന്യം നിലനിൽക്കുന്നു. മനുഷ്യനിലാണ് ഈ ശക്തി ഏറ്റവും ഉന്നതമായ നിലയിലുള്ളത്. നിർജീവമെന്ന് നാം കരുതുന്ന കല്ലിൽ പോലും ഇതുണ്ട്. അളവിനു വ്യത്യാസമുണ്ട് എന്നു മാത്രം. വായു, പ്രകാശം, ജലം, ആഹാരം, ആകാശം, ഭൂമി ഇവയുടെ സാമീപ്യം മൂലം ഈ ജീവശക്തി കൂടുന്നതാണ്. ഉദാഹരണത്തിന്, ക്ഷീണിച്ച് അവശരായ നാം അല്പം വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുമ്പോൾ നമ്മിലെ ജീവശക്തിയുടെ അളവ് വർദ്ധിക്കുന്നതിനാൽ നാം പെട്ടെന്ന് ആരോഗ്യം ഉള്ളവരാകുന്നു. അതുപോലെ ഒരു മരത്തിന് കൂടുതൽ സൂര്യപ്രകാശം കിട്ടുമ്പോൾ അത് പെട്ടെന്ന് വളരുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം, ഭൂമി, പ്രകാശം, വായു ഇവയുടെ സാമീപ്യം നമ്മെ വളരാൻ സഹായിക്കുന്ന പോലെ തന്നെ ഇവയുടെ മലിനീകരണം നമ്മെ രോഗികളാക്കി മാറ്റും എന്നുള്ളതാണ്. നമ്മളിൽ കുടികൊള്ളുന്ന ജീവശക്തിക്ക് പ്രധാനമായും 5 പ്രവൃത്തികളാണ് ഉള്ളത്. ഈ ജീവശക്തി അവയുടെ ധർമ്മങ്ങൾക്ക് അനുസരിച്ച് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 പേരുകളിൽ അറിയപ്പെടുന്നു. പ്രാണന്റെ ഉറവിടം പ്രകാശം, വായു, ഭൂമി, ആഹാരം, വെള്ളം എന്നിവയാണ്. സൂര്യപ്രകാശം ഏൽക്കുക, ആഴത്തിൽ ശ്വസിക്കുക, ചെരുപ്പില്ലാതെ നടക്കുക, നല്ല ആഹാരം കഴിക്കുക, സൂര്യപ്രകാശം ഏൽക്കുന്ന ജലം കുടിക്കുക എന്നിവയിലൂടെ നമുക്ക് ഈ പ്രാണൻ യഥേഷ്ടം ലഭിക്കുന്നു. എന്നാൽ ഇവ കൂടാതെ മറ്റൊരു തരം പ്രാണനും കൂടി നമുക്ക് ആവശ്യമാണ്. അതാണ് ദൈവിക ചൈതന്യം അഥവാ ഡിവൈൻ എനർജി. ഇത് നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥന, മെഡിറ്റേഷൻ, യോഗ ഇവ വഴി മനസ്സിനെ ശാന്തമാക്കുമ്പോഴാണ്. നാം എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് അത്ഭുത രോഗശാന്തി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്ഭുതങ്ങൾ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നതാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ ഒരാൾ എങ്ങനെയാണ് രോഗിയായി തീരുന്നത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ഭൗതിക ശരീരത്തിന് അപ്പുറം ഊർജ ശരീരം അഥവാ ഓറ, ആസ്ട്രൽ ശരീരം എന്നീ 2 തലങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിന് ചുറ്റുമായി 4-5 ഇഞ്ച് പുറത്തേക്ക് വ്യാപിച്ചു കാണുന്ന ശരീരമാണ് ഊർജ ശരീരം അഥവാ ഓറ. സൂക്ഷ്മമായതിനെ കാണാനുള്ള ശക്തി അഥവാ ക്ലിയർ വോയൻസ് ഉള്ളവർക്ക് ഈ പ്രകാശ ശരീരത്തെ കാണാൻ പറ്റും. മനുഷ്യ ശരീരത്തിന് മാത്രമല്ല, എല്ലാ സചേതന അചേതന വസ്തുക്കൾക്കും ഓറയുണ്ട്. ഈ ഊർജ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഭൗതിക ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഊർജ ശരീരത്തിന് 7 പാളികളുണ്ട്. ഓരോ പാളികൾക്കും ഓരോ നിറമാണ്. ഇവയുടെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് 7 ചക്രകളാണ്. ഓരോ പാളിയും ഓരോ ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഊർജ ശരീരം ഈ ചക്രകളിലൂടെയാണ് ജീവശക്തിയായ ഊർജത്തെ വിന്യസിപ്പിക്കുന്നത്. അതായത് ഒരാളുടെ ഊർജ ശരീരത്തെ പ്രഭയുള്ളതാക്കി തീർത്തുകൊണ്ട് ഭൗതിക ശരീരത്തെ നമുക്ക് ശക്തമാക്കാൻ സാധിക്കും. ഊർജ ശരീരം മനസ്സിന്റെ പ്രവർത്തനങ്ങളോട് ആണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. മാനസികമായ പ്രശ്നങ്ങളോ വൈകാരിക വിഷമങ്ങളോ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ ഊർജ ശരീരം കറുത്തതായി കാണപ്പെടും. ഒരു രോഗം ആദ്യം തുടങ്ങുന്നത് ചിന്തയുടെ തലത്തിൽ നിന്നാണ്. അത് ക്രമേണ ഊർജ ശരീരത്തെ ബാധിക്കുന്നു. അവസാനമാണ് അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്. അതായത് ഒരു രോഗം നമുക്ക് ബാധിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിനും വളരെ മുമ്പന്നെ അത് നമ്മുടെ ഊർജ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. നമ്മൾ ക്യാൻസർ രോഗികളുടെ കാര്യം തന്നെ ചിന്തിക്കുക. അവരിൽ ഒട്ടുമുക്കാൽ പേരും തങ്ങൾ രോഗികളാണ് എന്ന് തിരിച്ചറിയുന്നത് 4ാമത്തെ സ്റ്റേജിലാണ്. അപ്പോഴേക്കും ഒരിക്കലും പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത വിധം അവരുടെ ഊർജ ശരീരം മലിനമായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലർ ക്യാൻസർ രോഗത്തിന് ചികിത്സ ചെയ്ത് പൂർണ്ണമായും മാറി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാറുണ്ട്. അവരിൽ തന്നെ കുറെ പേർ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അതേ രോഗം വീണ്ടും ഉണ്ടായി മിക്കവരും മരിച്ചു പോവാറുമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭൗതിക ശരീരത്തിലെ ഒരു അസുഖം ചികിത്സിച്ചു മാറ്റിയാലും ഊർജ്ജതലത്തിലും ചിന്താതലത്തിലും അതിന്റെ കാരണങ്ങൾ നിലനിന്നാൽ തീർച്ചയായും ആ അസുഖം വീണ്ടും വന്നിരിക്കും. അതുകൊണ്ട് രോഗം മാറാൻ ചിന്താതലത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്.
നമ്മുടെ പ്രതികൂല മനോവികാരങ്ങൾ മാറ്റിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ രോഗസൗഖ്യം ലഭിക്കുകയുള്ളൂ. ദേഷ്യം, ദുഃഖം, അസഹിഷ്ണുത, ആകുലത ഇവ ഓറയെ ദുർബലമാക്കും. നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങൾ, പ്രകടിപ്പിക്കാൻ കഴിയാത്ത വികാരങ്ങൾ മുതലായവ ശരീരത്തിലെ പ്രാണന്റെ വ്യത്യാസത്തെ ക്രമരഹിതമാക്കുന്നു. ഇത് അതാത് ചക്രങ്ങളുമായി ബന്ധപ്പെട്ട ശരീരാവയവങ്ങൾക്ക് രോഗം വരാൻ കാരണമാവുന്നു. അമിതമായ ദേഷ്യം, ഉത്കണ്ഠ ഇവ ഉള്ളവർക്ക് ധനക്കുറവ്, അസിഡിറ്റി തുടങ്ങിയ രോഗങ്ങൾ ഉറപ്പാണ്. കാരണം ഇത് മണിപൂരക ചക്രയിലെ ഊർജ്ജവിന്യാസത്തെ ദുർബലപ്പെടുത്തുന്നു. അതിയായ ആകുലത ഊർജ്ജ ശരീരത്തെ ആകമാനം ദുർബലപ്പെടുത്തുകയും എല്ലാത്തരം രോഗങ്ങൾക്കും വഴിവയ്ക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് റേക്കിയുടെ പ്രാധാന്യം. റേക്കി വഴി ചക്രകളെ ശരിയായി ഊർജ്ജവൽക്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനം ശരിയാംവണ്ണമാകുന്നു. ഇത് ശാരീരിക മാനസിക ആരോഗ്യത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ഊർജ്ജ ശരീരം അഥവാ ഹെൽത്ത് ഓറയ്ക്ക് ചുറ്റുമായി 1 മീറ്ററോളം വ്യാസത്തിൽ ഒരു ബാഹ്യ ഓറയും ഉണ്ട്. സൂക്ഷ്മജീവികളുടെ ആക്രമണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് ഈ ബാഹ്യ ഓറയാണ്. ഈ ഓറ ശക്തമാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് രോഗാണുക്കൾക്ക് പ്രവേശനം അസാധ്യമാണ്. അതിനാൽ നമ്മുടെ ഭൗതിക ശരീരത്തിന് ചുറ്റുമുള്ള ഊർജ്ജ പാളികളെ എപ്പോഴും സുരക്ഷിതമായി വയ്ക്കണം. അതിനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതികൂല മനോവികാരങ്ങളായ ദേഷ്യം, പക, ആകുലത, വെറുപ്പ്, അസൂയ തുടങ്ങിയ വികാരങ്ങളെ മാറ്റി ആ സ്ഥാനത്ത് സ്നേഹം, ദയ, സഹാനുഭൂതി, കരുണ, മറ്റുള്ളവരെ അംഗീകരിക്കൽ ഇവ ശീലിക്കുക എന്നതാണ്. അദ്ഭുത രോഗ സൗഖ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വിവിധതരം ഹോളിസ്റ്റിക് ചികിത്സകൾ, കൗൺസിലിംഗ്, ധ്യാനം, സ്ഥിരമായ മെഡിറ്റേഷൻ ഇവയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് മനോഭാവം കൊണ്ടുവരിക. വെറുപ്പ് എന്ന വികാരം പാടെ ഉപേക്ഷിക്കുക. ക്ഷമ പരിശീലിക്കുക. സ്നേഹം നൽകാനും വാങ്ങാനും ശീലിക്കുക. ശാരീരികമായ ചികിത്സയോടൊപ്പം റേക്കി സ്വീകരിച്ചുകൊണ്ട് ഈ പോസിറ്റിവിറ്റി നിലനിർത്തിയാൽ ഒരിക്കൽ മാറിയ അസുഖം പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല. അദ്ഭുത രോഗശാന്തി ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ചില അസുഖങ്ങൾ മാനസിക തലത്തിൽ മാത്രമുള്ളവയാണ്. അവയ്ക്ക് മരുന്നുകളുടെ ആവശ്യമേ ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ അത് ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പുവരുത്തണം. അതിനുശേഷം ഹോളിസ്റ്റിക് ചികിത്സകൾ മാത്രം സ്വീകരിച്ചാലും രോഗശാന്തി ലഭിക്കുന്നതായിരിക്കും. പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് എല്ലാവരും സുഖമായി ഇരിക്കുക എന്നത് മാത്രമാണ്. നമ്മൾ രോഗികളാകുന്നത് പ്രകൃതി നിയമം അനുസരിക്കാത്ത കൊണ്ടാണ്. ഇത് തിരിച്ചറിഞ്ഞു ജീവിക്കാൻ തുടങ്ങുമ്പോൾ അദ്ഭുത രോഗശാന്തി നമുക്കും സ്വന്തമാക്കാം. കർമ്മ നിയമങ്ങളുടെ പരിധിക്കുള്ളിലാണ് എല്ലാ രോഗശാന്തിയും നടക്കുന്നത്. ഡോക്ടറുടെ ചികിത്സാ വൈഭവം, മരുന്നുകളോടുള്ള രോഗിയുടെ സ്വീകാര്യത, ദൈവാനുഗ്രഹം, രോഗിയുടെ രോഗത്തോടുള്ള കാഴ്ചപ്പാട്, രോഗിയുടെയും ബന്ധുജനങ്ങളുടെയും പ്രാർത്ഥന, വിശ്വാസം ഇതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് അദ്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ശരീരത്തെ ആക്രമിക്കുന്ന കീടാണുക്കളെയും വിഷവസ്തുക്കളെയും പ്രതിരോധിക്കാൻ നമ്മുടെ ഊർജ്ജ ശരീരം അഥവാ ഓറയ്ക്ക് കഴിവുണ്ട്. ഈ ഓറയിലെ സുഷിരങ്ങൾ വഴി രോഗ ഊർജം, അനാവശ്യ ഊർജം, വിഷങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ പുറത്തേക്ക് കളയാൻ സാധിക്കും. ദൃശ്യവൽക്കരണം വഴി ആജ്ഞ നൽകിയാണ് ഇത് സാധിക്കുന്നത്. അങ്ങനെ ഓറ ശുദ്ധീകരിക്കപ്പെടുന്നത് വഴി നമ്മുടെ ഭൗതിക ശരീരവും രോഗവിമുക്തമാക്കുന്നു. അനുദിനമുള്ള റേക്കി പരിശീലനം ഇതിന് നിങ്ങളെ തീർച്ചയായും പ്രാപ്തരാക്കും. നമ്മിൽ പലരും പലവിധ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരാണ്. ശാരീരിക സൗഖ്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. തീർച്ചയായും ഇത് വിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിനാൽ തികഞ്ഞ ഭക്തിയും വിശ്വാസവും രോഗശാന്തി നേടുന്നതിന് ആവശ്യമാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. മെഡിറ്റേഷൻ തുടങ്ങാം. സ്വസ്ഥമായി ഇരിക്കുക. മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുറിക്കുള്ളിൽ ആണെങ്കിൽ കതക് അടച്ച് മറ്റുള്ളവരുടെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക.
ഇത് 6 തവണ ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. 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 കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഉറച്ച ദൈവവിശ്വാസമുണ്ട്. നിങ്ങളുടെ സൗഖ്യം ദൈവത്തിൽ നിന്ന് ഉള്ളതാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ രോഗമുള്ള ശരീരഭാഗം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: ദൈവമേ, ഞാൻ അങ്ങയുടെ സൃഷ്ടിയാണ്. കുറവുകൾ ഇല്ലാതെയാണ് അങ്ങനെ സൃഷ്ടിച്ചത്. എന്നാൽ സാഹചര്യങ്ങൾ മൂലമോ എൻ്റെ തെറ്റായ ശീലങ്ങൾ മൂലമോ ഞാൻ ഇന്ന് രോഗിയായി തീർന്നിരിക്കുന്നു. എനിക്ക് ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരെയും പോലെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യം ആഗ്രഹിക്കുന്നു. എനിക്ക് സൗഖ്യം തരണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മീയ ശ്രേഷ്ഠരെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അങ്ങ് ഓർക്കണമേ. അവരുടെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ രോഗത്തിന് ഞാൻ ചികിത്സ നടത്തിക്കൊണ്ട് ഇരിക്കുന്നു. ഒപ്പം ദൈവികമായ സൗഖ്യം എനിക്ക് നൽകണമേ. ഞാൻ എൻ്റെ മനസ്സിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും ഒഴിവാക്കുന്നു. എനിക്ക് ജീവിതത്തിൽ നല്ലതു മാത്രമേ സംഭവിക്കൂ. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്തും എൻ്റെ നല്ലതിന് മാത്രമാണ്. സർവശക്തനായ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും ഭയങ്ങളും ഞാൻ മാറ്റുന്നു. ഞാൻ സൗഖ്യപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സൗഖ്യത്തിന് തടസ്സമായി എന്നിലുള്ളതെല്ലാം നീങ്ങിപ്പോകട്ടെ. എൻ്റെ മനസ്സിലെ ഭയം, പക, ദേഷ്യം എല്ലാം നീങ്ങട്ടെ. എൻ്റെ ശരീരവും എൻ്റെ ഓറയും എന്നിലുള്ള എനർജിയും ശുദ്ധമാകട്ടെ. എൻ്റെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ. പ്രാണൻ എൻ്റെ ശരീരത്തിലൂടെ നിർബാധം ഒഴുകട്ടെ. എൻ്റെ ശരീരത്തിലെ രോഗം മാറി അവിടെ പുതുജീവൻ പ്രവേശിക്കട്ടെ. ആ ഭാഗത്തെ രോഗകോശങ്ങൾ മാറി ആരോഗ്യമുള്ള പുതിയ കോശങ്ങൾ ഉണ്ടാകട്ടെ. ഇനി മുതൽ ഞാൻ എൻ്റെ ശരീരത്തെ സൂക്ഷിക്കും. അതിന് ഹാനികരമായതൊന്നും ഞാൻ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ഇല്ല. തീർച്ചയായും എനിക്ക് സൗഖ്യം ലഭിക്കും. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. എനിക്ക് സൗഖ്യം ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. എൻ്റെ ശരീരത്തിനും മനസ്സിനും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ ശരീരം ആരോഗ്യമുള്ളതായി മാറിക്കൊണ്ട് ഇരിക്കുന്നു. എനിക്ക് സൗഖ്യം നൽകുന്ന റേഗി എനർജിക്കും സർവോപരി ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. തുടർന്ന് കൈകൾ കൂട്ടിത്തിരുമ്മി ചൂടാക്കുക. നിങ്ങളുടെ കൈകൾക്ക് ഇടയിലേക്ക് കടന്നുവരുന്ന വെളുത്ത നിറത്തിലുള്ള റേഗി എനർജി നിങ്ങളുടെ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് രോഗം ഉള്ള ഭാഗത്തേക്ക് കടന്നുചെന്ന് അതിനെ സുഖപ്പെടുത്തുന്നതായി സങ്കൽപ്പിക്കുക. 2 കൈകളും കണ്ണുകൾക്ക് മുകളിൽ ചേർത്ത് വെച്ച് കണ്ണുകളിലേക്ക് റേഗി എനർജി പകരുക. 10 സെക്കൻഡ് നേരം ഇത് തുടരുക. തുടർന്ന് നിറുകുംതലയിൽ കൈകൾ വെച്ച് റേഗി എനർജി നൽകുക. രണ്ട് ചെവികളിലും കൈകൾ വയ്ക്കുക.
റേക്കി എനർജി നൽകുക. തലയുടെ പുറകിൽ കൈകൾ വെച്ച് റേക്കി എനർജി നൽകുക. കഴുത്ത്, ഹൃദയം, വയർ, നട്ടെല്ലിന്റെ പിൻഭാഗം, കാൽമുട്ട്, ലൈംഗിക അവയവങ്ങൾ, കണങ്കാൽ, ഉള്ളംകാൽ, കാൽമുട്ടിന്റെ പുറം ഭാഗം എന്നിവിടങ്ങളിലും കൈകൾ വെച്ച് 10 സെക്കൻഡ് നേരം റേക്കി നൽകുക. രോഗമുള്ള ഭാഗത്ത് അല്പം കൂടുതൽ നേരം റേക്കി നൽകുക. നിങ്ങൾക്ക് സമയക്കുറവ് ഉണ്ടെങ്കിൽ രോഗമുള്ള ഭാഗത്ത് മാത്രം 15 മിനിറ്റ് റേക്കി നൽകിയാലും മതി. നിങ്ങൾക്ക് ഇപ്പോൾ സൗഖ്യം അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയുന്നു. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു: എൻ്റെ ശരീരത്തിൽ എന്തുതന്നെ സംഭവിച്ചാലും ഞാൻ അതിനോട് പൊരുത്തപ്പെടും. തുടർന്ന് നിങ്ങളുടെ മനസ്സ് നന്ദി കൊണ്ട് നിറയുന്നു. അത് വാക്കുകളായി നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിലേക്ക് കടന്നുവന്നു എന്നെ സൗഖ്യപ്പെടുത്തിയ പ്രപഞ്ച ഊർജത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സൗഖ്യത്തിലേക്ക് മാർഗം കാണിച്ചു തന്ന സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് നന്ദി, നന്ദി, നന്ദി. ദിവസവും 3 തവണ വീതം ഈ മെഡിറ്റേഷൻ ചെയ്യുക. തീർച്ചയായും നിങ്ങൾ അത്ഭുത രോഗശാന്തിക്ക് സാക്ഷികളായിരിക്കും. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. കണ്ണുകൾ തുറക്കുക. എഴുന്നേറ്റ് നിന്ന് കൈകൾ ശരീരത്തിന്റെ 2 വശങ്ങളിലൂടെയും വീശി എനർജി ബാലൻസ് ചെയ്യുക. താങ്ക് യു ഓൾ.